മനുഷ്യരാശികൾ അവർ അവരുടെ ജീവിതത്തിൽ വളർന്നു വന്ന സാഹചര്യത്തിൽ അവർ പഠിച്ച അറിവുകൾ വെച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുകയാണ്. അറിവുകൾ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള അറിവുകളെ കൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലൊന്നാണ് അവൻ്റെ കുടുംബത്തിനോടുള്ള അവൻ്റെ കടപ്പാട്, വിശ്വാസം. രണ്ടാമത്തതാണ് അവൻ ഏത് മതത്തിലാണോ ആ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവൻ്റെ കർമ്മങ്ങൾ. മൂന്നാമത്തത് അവൻ എന്ത് ജോലിയാണോ ചെയ്യാൻ പോകുന്നത് ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ. നാലാമതായിട്ട് അവനൊരു വിവാഹ ജീവിതം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവാഹം കഴിക്കുന്ന ആ പെൺകുട്ടിയും അവരുടെ കുടുംബവുമായിട്ടുള്ള ഒത്തുചേർന്ന് പോകാനുള്ള അറിവുകൾ. അങ്ങനെ പല അവസ്ഥകളും ഒരു മനുഷ്യൻ പല അവസ്ഥകളോടും പൊരുത്തപ്പെട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഒരു ദിവസം മാത്രം എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലെ മതവും അവൻ്റെ കുടുംബത്തിനോടുള്ള ബാധ്യതയും അവൻ്റെ ഭാര്യ വീട്ടുകാരോടുള്ള കടമയും അവൻ്റെ മക്കളോടുള്ള അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങളും, അങ്ങനെ ഒരു ദിവസം മാത്രം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ചിന്തകൾ ഒരുപാട് വിഷയങ്ങളുമായി കോർത്തിണക്കപ്പെട്ടുകൊണ്ടാണ് ഒരു ദിനം കടന്നു പോകുന്നത്. അപ്പോൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ സ്വന്തം ശരീരപരമായിട്ടുള്ള പല കാര്യങ്ങളും തന്നെ ചെയ്യാനുണ്ട്. കാരണം ശരീരം ശുദ്ധിയാക്കണം, പല്ല് തേക്കണം, കുളിക്കണം, അങ്ങനെ തന്നെ 100 കാര്യങ്ങൾ. അവൻ്റെ വസ്ത്രം, അവൻ പോകുന്ന ജോലിയോടനുബന്ധിച്ചിട്ടുള്ള അവൻ്റെ വേഷവിധാനങ്ങൾ, അവൻ്റെ വാഹനം, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് തന്നെ 100 പ്രശ്നങ്ങൾ അവൻ്റെ ശരീരത്തെ ബാധിച്ച് നിൽക്കുമ്പോഴാണ് കുടുംബവും മക്കളും ജീവിതവും മതവും എല്ലാം കൂടി കലർന്ന് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ തലയുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇതിനിടയിൽ ആണ് പരസ്പരം മനുഷ്യൻ പല വിഷയങ്ങളുമായി ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്തുകൊണ്ട് ഓരോ ദിനങ്ങളും തള്ളി നീക്കുന്നത്. അതിൽ മതമുണ്ട്, കുടുംബബന്ധമുണ്ട്, മക്കളുമായിട്ടുള്ള വിഷയങ്ങളുണ്ട്, ഭാര്യ വീട്ടുകാരായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെ പല വിഷയങ്ങളും ഒരുപക്ഷെ ഓരോ ദിനങ്ങളിലും നമ്മളിലേക്ക് പലതരത്തിൽ കടന്നു വരാം. ഇതിനെയൊക്കെ നേരിടാനും അതിനെയൊക്കെ പോരാടാനും ഒക്കെ ഒരു മനുഷ്യൻ്റെ മനസ്സിന് എത്രത്തോളം പ്രാപ്തിയുണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമുക്ക് കാണാം, ചില വീട്ടിൽ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ അത് മൂർച്ഛിച്ച് വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയി കുടുംബബന്ധം തന്നെ പിരിയുന്നു. ചില കുടുംബങ്ങളിൽ സ്വത്ത് സംബന്ധമായ തർക്കത്തിനെ തുടർന്നുകൊണ്ട് ആ സ്വത്ത് സംബന്ധമായ വിഷയങ്ങളിലൂടെ ബന്ധങ്ങൾ തകരുന്നു. മക്കൾ വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോൾ അവർ അവരുടെ ഇഷ്ടത്തിലേക്കുള്ള വഴികൾ സ്വീകരിക്കുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ മക്കളും രക്ഷിതാക്കളും തമ്മിൽ വേർപിരിയുന്നു. അങ്ങനെ നമ്മൾ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ പലതരത്തിലുള്ള അവസ്ഥകളെ കൊണ്ടുവന്ന് ഒരു പിരിയലിൻ്റെ സാഹചര്യത്തിലേക്ക് എത്തുകയും ചിലത് പിരിയാതെ തന്നെ പ്രയാസങ്ങളും വേദനകളും വിഷമങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ട് കടിച്ചു പിടിച്ച് മുന്നോട്ട് പോകുന്നവരും, ചിലർ ഒരു ഉത്തരവും കിട്ടാതെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുകൊണ്ട് ആത്മഹത്യയും ചെയ്തു പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യുക്തിക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ എന്നോടടക്കം പറയുന്നത്. കാരണം പല അറിവുകളും നമ്മളിലേക്ക് എത്തുന്നത് വളരെ വൈകിയാണ്. ഇപ്പം ഞാനാണെങ്കിലും നമ്മളിലേക്ക് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരുപാട് വൈകിയാണ്. ഒരുപാട് അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മൾ പലതും പഠിക്കുന്നത്. പെട്ടെന്ന് തോന്നുന്ന കാഴ്ചകളെ നമ്മൾ ഇഷ്ടപ്പെടുകയും ആ കാഴ്ചകളെ ഇഷ്ടപ്പെട്ട് അതിലേക്ക് അടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ വേദനകളും നമ്മളിലേക്ക് സമ്മാനമായി വരുമ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പോലും ചിന്തിച്ചു പോവുകയാണ്. പക്ഷേ ആ ഇഷ്ടമായിരുന്നു നമ്മളെ വേദനിപ്പിച്ചത്. അപ്പം എന്നതുപോലെ തിരിച്ചറിവുകൾ ഓരോ വിഷമങ്ങളിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ
ആദ്യം ഇവിടുത്തെ മതമൗലികവാദികളായ ആളുകൾ, മതം പറയുന്നവർ, മതത്തെ എടുത്തുകൊണ്ട്, ഞാൻ പല പള്ളികളിലും ഈ വെള്ളിയാഴ്ച ജുമാക്ക് പോകുമ്പോൾ ആ പള്ളികളിലൊക്കെ ഖുർആനിലെ ചില വിഷയങ്ങൾ എടുത്തുകൊണ്ട് മൂസാ നബിയുടെയും ഈസാ നബിയുടെയും അതുപോലെയുള്ള ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ചരിത്രം നമ്മൾക്ക് കേട്ടിട്ട് എന്താണ് പ്രയോജനമുള്ളത്? ചരിത്രം വിശ്വാസപരമായൊരു കാര്യം, ഏതോ ഒരു കാലഘട്ടത്തിൽ നടന്നുപോയ സംഭവങ്ങൾ. കാലം മാറി. ആ കാലം എന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിളക്ക് പോലും കത്തിക്കാനില്ലാതെ പന്തം കൊളുത്തി ഗുഹയ്ക്കുള്ളിലൊക്കെ താമസിച്ച ആ കാലമല്ലല്ലോ ഇത്. പാഠശാലകളോ വിദ്യാലയങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം. യുക്തിക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സമൂഹം. അന്നത്തെ കാലത്തിൽ ഓരോ വ്യക്തിയുടെയും യുക്തികളായിരുന്നു ജീവിതങ്ങൾ. അതിന് പിന്നീടാണ് മാറ്റങ്ങൾ ഉണ്ടാവുകയും ഭരണപരിഷ്കാരങ്ങൾ വരികയും നിയമങ്ങൾ വരികയൊക്കെ ചെയ്തത്. ഒരുപാട് അനുഭവത്തിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ നോക്കാം, ഇപ്പോൾ വിസ്മയ എന്ന് പറയുന്നൊരു പെൺകുട്ടി സ്വത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു സംഭവം വന്നപ്പോൾ ഒരുപാട് ആളുകൾ പ്രതികരിച്ചു, ആരും സ്ത്രീധനം കൊടുക്കരുത്, സ്ത്രീധനം കൊടുത്താൽ അത് പ്രശ്നമാണെന്ന്. അപ്പോൾ അത് സംസാരിക്കേണ്ടി വന്നത് വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ വിഷയം ആരെങ്കിലും ചർച്ച ചെയ്യുമായിരുന്നു? അപ്പോൾ എവിടെയെങ്കിലും ഒരു കാനയിൽ ഒരാൾ സ്കൂട്ടറുമായി പോയി വീണ് കഴിഞ്ഞാൽ പിന്നെ ആ കാന മൂടാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിൻ്റെ പുറകെ നടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പ് ആ കാന അവിടെ അങ്ങനെ കിടക്കുമ്പോൾ അത് 1000 വട്ടം കണ്ടുപോയ നേതാക്കന്മാരുണ്ടാകാം, ജനങ്ങളുണ്ടാകാം, അങ്ങനെ പലരും ഉണ്ടാകാം. പക്ഷേ അപ്പോൾ അതാരും കാണില്ല. അവിടെ ആരെങ്കിലും വീണ് അപകടം പറ്റിക്കഴിഞ്ഞാലാണ് അപ്പോൾ അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് പ്രതിവിധിയും, ഇപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ പുറകിൽ ഡോറ് വെച്ചിട്ടുണ്ട്, എന്താ കാര്യം? കുറേ അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള കാഴ്ചപ്പാട് വരികയും അതിന് പുറകിലൊരു ഡോർ ഉണ്ടാക്കുകയും ചെയ്തു. ട്രെയിൻ വെള്ളത്തിലേക്ക് പോയി ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ, അക്കാലത്തൊക്കെ ട്രെയിൻ അപകടങ്ങൾ കൂടുതലായിരുന്നു. പാലം പൊളിഞ്ഞ് വെള്ളത്തിലേക്ക് പോകുന്ന സംഭവങ്ങളൊക്കെ കുറേ മുമ്പുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഓരോ ജനാലകളും പെട്ടെന്ന് മനുഷ്യനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മനുഷ്യൻ ചിന്തിച്ചു. അപ്പോൾ ഒരു മനുഷ്യന് ഒരു കുഴപ്പം വരുമ്പോൾ മാത്രമേ നല്ലത് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. മറിച്ച് ഒരു കുഴപ്പവും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ലോകത്ത് സമാധാനം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ നേട്ടങ്ങളും അവരവരുടെ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാൻ വേണ്ടി ആരെ കൊന്നിട്ടായാലും തൻ്റെ കാര്യം നേടുക എന്ന് പറയുന്ന കാഴ്ചപ്പാടിലൂടെ പോകുന്ന രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പല വിഷയങ്ങൾ കാണാൻ, കുട്ടികളെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന പിതാക്കന്മാർ, അതുപോലെ തന്നെ കുട്ടികളെ പലതരത്തിൽ മാനസികമായിട്ട് ഉപദ്രവിക്കുന്ന രംഗങ്ങളൊക്കെ വീഡിയോ വരുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോകാറുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ ആലോചിക്കും, അവരെയൊക്കെ വീടിൻ്റെ അടുത്തായിരുന്നു ഞാനെങ്കിൽ അപ്പം പ്രതികരിച്ചു പോയേനെ എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. കുറേ ആളുകൾ അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ആരാണ് അവൻ എന്താണ്, മറ്റതാണ്, മറിച്ചതാണ്, അവൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയണം. പക്ഷേ ആ നാട്ടിലെ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അത് മൊബൈലിൽ പകർത്തി അത് ജനങ്ങളിലേക്ക് എറിയുന്ന ഒരുത്തനുണ്ട്, അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരുത്തൻ. അപ്പോൾ അവനിക്ക് പോലും കഴിയാത്തൊരു കാര്യം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവരും കൂടി ശക്തമായി പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ അത് കണ്ടതുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ. ഒന്നും കാണാതിരിക്കുമ്പോൾ പ്രതിഷേധങ്ങളൊന്നുമില്ല. ഓരോ സംഭവങ്ങളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിനൊരു ഉത്തരം എല്ലാവരും തേടുന്നത്. അതിനു മുമ്പ് ഒരു ഉത്തരം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കാറില്ല എന്നാണ് യഥാർത്ഥമായ സത്യം. ഇപ്പം ഞാൻ തന്നെ ഞങ്ങളുടെ മതത്തിലേക്ക് നോക്കുമ്പോൾ, ഞാനൊരു മുസ്ലിമായി ജനിച്ചു. എൻ്റെ കുടുംബക്കാരെനിക്ക് പറഞ്ഞു തന്ന അറിവ്, അപ്പോൾ നമ്മുടെ ആ അറിവ് വെച്ച് നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് കുറേ എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മുടെ മദ്ഹബ് ഷാഫി മദ്ഹബാണ്. അപ്പോൾ അനഫി മദ്ഹബുണ്ട്, അംബലി മദ്ഹബുണ്ട്, മാലിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പലതരം മദ്ഹബുകൾ പല സ്ഥലത്തും പല രീതിയിൽ നിസ്കാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ വ്യത്യസ്തതകൾ ഒക്കെ ഉണ്ടായി. അതിനിടയിലൂടെ പുത്തൻ പ്രസ്ഥാനക്കാരും കടന്നു വന്നുകൊണ്ട് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഖാദിയാനിയും തബ്ലീഗും വന്നു വേണ്ട അങ്ങനെ കുറേ വിഭാഗങ്ങൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ വന്നു.
അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു അറിവുമില്ലാത്ത ഒരു സാധാരണ വ്യക്തി ദൈവത്തിനെ സ്നേഹിക്കുന്നവൻ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആകെ ആശയക്കുഴപ്പത്തിലായി പോവുകയാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവൻ വലയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യനെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് വടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മനഃപൂർവ്വം വളച്ചൊടിച്ച് ഒരു അറിവുമില്ലാത്തവർ അത്തരം കെണികളിലൊക്കെ പോയി പെടാറുണ്ട്. ഏത് മതവിഭാഗത്തിലുള്ളവർക്കും അത് ഒരു കർമ്മവിധിയാണ്. ഒരുത്തൻ ഹിന്ദുവായി ജനിക്കുന്നതും ഒരുത്തൻ മുസ്ലിമായി ജനിക്കുന്നതും ഒരുത്തൻ ക്രിസ്ത്യനായി ജനിക്കുന്നതും ഒക്കെ ഒരു കർമ്മവിധിയാണ്. അപ്പോൾ ആ വിധിപ്രകാരമുള്ള ജീവിതത്തിൽ എല്ലാ മതങ്ങളും പറയുന്ന ഒന്നേ ഉള്ളൂ, ഒരു ഈശ്വരനേ ഉള്ളൂ. എല്ലാവർക്കും ഒരു ഈശ്വരനേ ഉള്ളൂ. ആ ഒരു ഈശ്വരനിലേക്കുള്ള പ്രയാണമാണ് മനുഷ്യൻ്റെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ യാത്ര ചെയ്യുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പറയും മാതാ പിതാ ഗുരു ദൈവം. അപ്പോൾ നമ്മൾ തുടക്കം വായിക്കുന്നത് മാതാവിനെയാണ്, രണ്ടാമതാണ് പിതാവ് വരുന്നത്, അപ്പോൾ മൂന്നാമത് ഗുരു വരുന്നു, നാലാമത് ദൈവം വരുന്നു. അപ്പോൾ പലപ്പോഴും മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ ദൈവം അവസാനമാണ് വരുന്നത്, തുടക്കം മാതാവാണ് വരുന്നത്. കാരണം നമ്മൾ ജന്മം കൊണ്ടത് മാതാവിൽ നിന്നാണ്, പിതാവ് അതിനൊരു കാരണമാണ്. അപ്പോൾ ആ രണ്ട് കാരണങ്ങളിലൂടെ ഉണ്ടായ ഒരു സന്താനം മുന്നോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ അവൻ്റെ മുന്നിലേക്ക് വരുന്ന അറിവുകളാണ് പല ഗുരുക്കന്മാരും തരുന്നത്. അത് വിദ്യാഭ്യാസമായാലും ആത്മീയപരമായാലും ഏത് മേഖലയിൽ ഒരു ജോലിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഉണ്ടൊരു ഗുരു. അപ്പോൾ എല്ലാ അറിവുകളും നമുക്ക് പകർന്നു തരുന്ന ഓരോ വ്യക്തികളും ഗുരുക്കന്മാരാണ്. പക്ഷേ അതിൽ ആരാണ് നമുക്ക് ശരി പറഞ്ഞു തരുന്നത്, ആരാണ് തെറ്റ് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അന്വേഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ പോകുന്ന വഴി ശരിയാണോ, നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് ഇവിടുന്ന് ചെന്നൈക്ക് പോകണം, നമുക്കിന്ന് ഗൂഗിൾ കയ്യിലുണ്ട്. നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്ത് മാപ്പ് അടിച്ച് അതിൽ ഇത്ര കിലോമീറ്റർ ഉണ്ട്, ഇത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്താം എന്ന് അതിൽ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മളിവിടുന്ന് ആ റൂട്ട് പ്രകാരം വണ്ടിയിൽ പോകുമ്പോൾ ഒരുപക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ കഴിയില്ല ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ബ്ലോക്കുകൾ വരാം, തടസ്സങ്ങളുണ്ടാകാം, പലതും ഉണ്ട്. പക്ഷേ ഗൂഗിളിൽ ആ തടസ്സങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഇത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. പക്ഷെ യാത്ര ചെയ്യുമ്പോൾ ആ മണിക്കൂർ കൊണ്ട് നമ്മളവിടെ എത്തില്ല, ഒരു സമയം എടുത്തായിരിക്കും നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം വായിച്ചറിയുമ്പോൾ ആ വായിച്ചറിഞ്ഞ പോലെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. കാരണം ആ യാത്രയിൽ പല തടസ്സങ്ങളും പല കുഴപ്പങ്ങളും ഒക്കെ വന്ന് ഭവിക്കാം. കാരണം ഒരാളുടെ അറിവല്ല മറ്റൊരാളുടേത്, അയാളുടെ അറിവല്ല വേറൊരാൾക്കുള്ളത്. അങ്ങനെ പലർക്കും പലതരത്തിലാണ് അറിവുകളുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ സുഹൃത്തുക്കളിലൂടെയും ഗുരുക്കന്മാരിലൂടെയും മനസ്സിലാക്കിയ അറിവുകൾ പല തട്ടുകളിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം തട്ടുകളിലൂടെ അറിവുകളെ സമ്പാദിക്കുമ്പോൾ ഒരാൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നായിരിക്കും അയാളുടെ വിശ്വാസം. പക്ഷേ വേറൊരാൾ അയാളിലേക്ക് നോക്കുമ്പോൾ അയാൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റായിട്ട് അയാൾക്ക് തോന്നാം. അങ്ങനെ ഓരോ വ്യക്തികളും അവരവരുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവരവരെ സംബന്ധിച്ചിടത്തോളം ശരിയും മറ്റു ചിലർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത് എന്താ പറയുക മോശമാകുന്ന തരത്തിൽ തോന്നുകയും അതിനെതിരെ പ്രതികരിക്കുകയും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ചാനലുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള അറിവിൻ്റെ സംവാദങ്ങളല്ല നടക്കുന്നത്, അവിവേകത്തിൻ്റെ സംവാദങ്ങളാണ് കൂടുതലും നടക്കുന്നത്. ഇത് കാണുന്ന സാധാരണക്കാരായ ആളുകൾ ആശയക്കുഴപ്പത്തിലായി പോകുന്നതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. ഇന്ന് ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടും വെട്ടിപ്പിടിക്കാനും പല രാജ്യങ്ങൾ നേടിയെടുക്കാനും പലതും നേടാൻ വേണ്ടി പലരും പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുന്ന ഓരോ വ്യക്തികളും, ഞാൻ പറയുന്നു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു, അതുപോലെയുള്ള എത്രയോ ആളുകൾ എന്തെല്ലാം പ്രതിസന്ധികളിലും പ്രശ്നത്തിലും പെട്ട് മരണപ്പെട്ടിരിക്കുന്നു. ഇവർക്കെല്ലാം ഓരോ സ്വപ്നങ്ങളുണ്ട്, ഓരോ ആഗ്രഹങ്ങളുണ്ട്, ഓരോ ആവശ്യങ്ങളുണ്ട്. പക്ഷേ എവിടെയൊക്കെ വെച്ച് അത് അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ തകർന്നു പോകുന്നത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന വിദ്വേഷത്തിലൂടെ അവരെ വെടിവെച്ച് കൊല്ലുകയും ബോംബെറിഞ്ഞ് കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഒരാൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ജയിക്കാൻ ശ്രമിക്കുന്നവൻ ഒരാളെ ബോംബിട്ട് തകർത്തത് കൊണ്ടിട്ട് അയാൾ ജയിച്ചെന്നായോ? പക്ഷെ അയാളുടെ ലൈഫിലേക്ക് അയാളെ കാർന്നു തിന്നുന്ന ഒരവസ്ഥ വരുന്നുണ്ട്, അയാളുടേതായ മരണം. അപ്പോൾ അയാൾ എന്തെല്ലാം വെട്ടിപ്പിടിക്കാൻ നോക്കിയോ അതൊന്നും കൊണ്ട് അയാൾ എങ്ങോട്ടും പോകുന്നില്ല എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയിരിക്കുമ്പോൾ ഈ മുസ്ലിയാക്കന്മാർ ഇത്തരം വയലുകളൊക്കെ അല്ലെങ്കിൽ വാദമാണെങ്കിലും
മറ്റു കാര്യങ്ങൾ, ഇവരുടെയൊക്കെ ചരിത്രമല്ല നമുക്ക് കേൾക്കേണ്ടത്. ഇന്നത്തെ തലമുറ എങ്ങനെ ജീവിക്കണം, എങ്ങനെ വളരണം, അവർക്ക് ഏത് റൂട്ടിലൂടെ പോകണം. മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് പറയുന്നു, പ്രബോധനം തരുന്നു. ആ പ്രബോധനത്തിൻ്റെ അകത്ത് അദ്ദേഹം നമുക്ക്, അതായത് വരാൻ പോകുന്ന സംഭവം മുൻകൂട്ടി പറഞ്ഞു തരുന്ന ഒരാളാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പ്രവാചകൻ പല കാര്യങ്ങളും പ്രവചനം നടത്തി പോയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ആലിമീങ്ങളൊക്കെ, ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, തിരിച്ചറിയണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നത്തെ ആലിമീങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ അവരുടെ പ്രസംഗം കാണാം. കണ്ടില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞത് സംഭവിച്ചില്ലേ, കണ്ടില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞത് ആണ് പെണ്ണാകുമെന്ന് പറഞ്ഞില്ലേ, പെണ്ണാണാകുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പ്രസംഗിക്കുന്നു ഘോരഘോരമായിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ പല വിഷയത്തിൽപ്പെട്ട ഒന്നാണ് ഈ കഅബ പൊളിക്കപ്പെടും എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആലിമീങ്ങൾ അവിടെ നിന്ന് പ്രസംഗം നടത്തുന്നത് കഅബ പൊളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇമാം മഹദി വരുമെന്ന് പറയുന്നു, അങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഈ റമദാനിൽ മഹദി വരുമെന്ന് പറഞ്ഞിട്ട് മഹദീനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പ്രസംഗങ്ങൾ നടത്തി മനുഷ്യരെയൊക്കെ ഇങ്ങനെ എന്താ പറയുക വട്ടാക്കുകയാണ് ചെയ്യുന്നത്. ചില സ്ത്രീകൾ, ഇപ്പോൾ ജാമിദ ടീച്ചറെ പോലെയുള്ള കുറേ ആൾക്കാർ വന്നിട്ട് ഇസ്ലാമിനെതിരെ വളരെ വിമർശനമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെയൊക്കെ ഒരു ചോയ്സ്. കാരണം ഈ ഇസ്ലാമിൻ്റെ അകത്തൊരു വലിയ മതിൽക്കെട്ടുണ്ട്. കാരണം ശരീഅത്തെന്ന് പറയുന്നത് ഒരു വലിയ മതിലാണ്, മുൾവേലിയാണ് ശരിക്കത്. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോയി ഒരു കുഴപ്പത്തിൽ പെടാതിരിക്കാൻ വേണ്ടി അവരെ നമ്മൾ ശാസിച്ച് വീട്ടിലിരുത്തിക്കുന്നത് പോലെയുള്ളൊരു നിയമമാണ് ഈ പറയുന്ന ശരീഅത്തെന്ന് പറയുന്ന നിയമം. അപ്പോൾ ഒരു വ്യക്തി നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് അവൻ്റെ മുമ്പിലേക്ക് വെക്കുന്ന കുറേ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. പക്ഷെ അതാരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരാളെയും നിർബന്ധിച്ച് ഒരു കാര്യവും ചെയ്യിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖുർആനിൽ തന്നെ നോക്കിയാൽ കാണാം, അല്ലയോ നബിയെ താങ്കൾ പറയുക, ആരെയും വലിച്ചിഴക്കരുത്. അപ്പോൾ നമുക്ക് പറയാം, മോനെ നീ അത് ചെയ്യല്ലേ, എന്നിട്ടും അവൻ പോയി ചെയ്യണമെങ്കിൽ അവൻ ചെയ്തോട്ടെ, അവൻ അങ്ങനത്തവനാണ്, ഇങ്ങനത്തവനാണ്, മറ്റതാണ്, മറിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല. അവൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. എന്നിട്ടും അവൻ പോയി ആ തെറ്റ് ചെയ്ത് അതിലൂടെ അതിൻ്റെ തിരിച്ചറിവ് അവനിക്കാണ് വരേണ്ടത്, നമുക്കല്ല. അത് അവനിക്ക് തന്നെ വരണം. അപ്പോഴാണ് അവൻ പഠിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ കുട്ടികൾ ഇങ്ങനെ ഓടുമ്പോൾ പറയും, മോനെ ഓടല്ലേ നീ വീഴും. പക്ഷേ അവനത് കേൾക്കാണ്ട് ഓടി തലകുത്തി വീണ് കരയുമ്പോൾ പറയും, ആടാ ഞാൻ പറഞ്ഞതല്ലേ ഓടല്ലേന്ന്, വീണപ്പോൾ സമാധാനമായി എന്ന് ചോദിച്ചതുപോലെ നമ്മൾ ഓരോന്നും അനുഭവങ്ങൾ കൊണ്ടാണ് ഓരോ വ്യക്തികൾക്കും പഠിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അനുഭവിപ്പിക്കാനും വിടൂല, മനസ്സിലാക്കാനും വിടൂല. അതൊരു വാദസംവാദമാക്കിയിട്ട് അതിനെ കൊട്ടിഘോഷിച്ച് എങ്ങനെ വികൃതമാക്കാൻ പറ്റുമോ. ഇപ്പോൾ കലയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മുസ്ലിം പെൺകുട്ടികളുണ്ട്, ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്, പാട്ട് പാടാൻ ഇഷ്ടമുള്ളവരുണ്ട്, മിമിക്രി. ഇതൊക്കെ മനുഷ്യൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ ഉദിച്ചുയരുന്ന ഓരോ കാര്യങ്ങളാണ്. അതാരും ആരുടെ ശരീരത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല. ഒരാൾ വളർന്നു വരുമ്പോൾ അവനിൽ പാട്ടുണ്ടാവും, അവർക്ക് സംഗീതത്തിനോടായിരിക്കും താല്പര്യം, ചിലപ്പോൾ അവനിക്ക് ഡാൻസിനോടായിരിക്കും താല്പര്യം. അപ്പോൾ വളർന്നു വരുന്ന ഒരു പ്രായത്തിനനുസരിച്ച് കൊണ്ട് ആ കുട്ടികളുടെ മനസ്സ് ഇഷ്ടപ്പെടുന്ന ഒരു വഴിയെ ഈ മതം എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്ന് വിമർശിക്കുമ്പോൾ, ഡാൻസ് ചെയ്യാൻ പാടില്ല, മിമിക്രി കാണിക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ നീ നരകത്തിൽ പോകും, നീ സ്വർഗത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോഴാണ് ഇത്തരം ആൾക്കാർ മതത്തിന് പോലും എതിരായി മാറിക്കൊണ്ട്, കാരണം അവരാഗ്രഹത്തിന് അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. അവരാഗ്രഹത്തിന് അടിച്ചത് നമ്മൾ ഉപദേശിക്കും, മോനെ അത് നമ്മുടെ നിയമവുമായി ചേർന്നതല്ല, വിഷയം കഴിഞ്ഞു, എന്നിട്ട് അവൻ ചെയ്തോട്ടെ, പോയി ചെയ്ത് അവൻ അതിൻ്റെ വഴികളിൽ ഏതെങ്കിലും ഒരു ദിനത്തിൽ അവൻ തിരിച്ചറിഞ്ഞ് സ്വയം വരട്ടെ, അതല്ലേ അതിൻ്റെ ശരി. അല്ലാതെ അവനെ മഹല്ല് വിലക്കി, കുടുംബത്തോടെ വിലക്കി, ഇതൊക്കെയാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണങ്ങളുണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ മനുഷ്യൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാതെ ഓരോ വ്യക്തിക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അത് ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷെ മനസ്സിലാകുന്ന ഒരാൾ സ്നേഹത്തോടു കൂടി ഒന്ന് ഉപദേശിക്കുക, എന്നിട്ട് അവനതനുസരിക്കുന്നില്ലെങ്കിൽ നിർബന്ധിച്ച് അനുസരിപ്പിക്കാതിരിക്കുക. കാരണം അവനത് സ്വയം അനുഭവിച്ച് പഠിക്കട്ടെ എന്ന് നമ്മൾ വിട്ടുകൊടുക്കണം. എങ്കിലാണ് അയാൾക്കത് തിരിച്ചറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അയാൾ ഒരിക്കലും തിരിച്ചറിയുകയുണ്ടാകില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയങ്ങളെയും നമ്മൾ എടുത്തുകൊണ്ട് സംവാദങ്ങളാക്കാതെ ഓരോ വിഷയത്തിനെയും മാന്യമായ രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയും മനസ്സിലാകാത്തവരെ നിർബന്ധിച്ച് അതിലേക്ക് വലിച്ചിഴക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ തന്നെ സ്വയം തിരിച്ചറിയുന്ന ദിവസങ്ങൾ അവനിലുണ്ടാവും പല കാര്യങ്ങളിലൂടെയും. അപ്പം ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ തന്നെ പരിഹരിക്കാൻ തയ്യാറാകാതെ
ആവശ്യമില്ലാത്ത എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തല്ലുപിടിച്ച് മനുഷ്യൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം വെട്ടി വെറുപ്പായി വിദ്വേഷം പുലർത്തി സ്നേഹവും സൗഹാർദ്ദവും കളഞ്ഞ് മതമൗലിക വാദികളായിക്കൊണ്ട് അങ്ങനെ ക്രിസ്ത്യാനിക്കെതിരെയും മുസ്ലിമിനെതിരെയും ഹിന്ദുവിനെതിരെയും എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യൻ ഒരിക്കൽ മരണപ്പെടും. അതിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് ഈശ്വരനാണ്. പക്ഷെ ഇന്നത്തെ ജനങ്ങൾ ഈശ്വരൻ്റെ കാവൽക്കാരനാണ്. അതാണ് ഏറ്റവും വലിയ രസം. ഈശ്വരനൊരു കഴിവുമില്ല എന്ന് പലരും തെളിയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈശ്വരനൊരു ശക്തിയുമില്ല, ഈശ്വരനൊരു പവറും ഇല്ല എന്ന് ഈ തർക്കങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈശ്വരനൊരു കഴിവില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് സമൂഹത്തിന്. അപ്പോൾ നല്ല വിശ്വാസത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ പോലും കൺഫ്യൂഷനിലായി പോവുകയാണ്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഈ തർക്കത്തിലേക്ക് ഏർപ്പെടുകയല്ല വേണ്ടത്. ഈ തർക്കത്തിൽ നിന്ന് മാറി അവനവനെ നന്നാക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ നന്നായി നടന്നാലാണ് എൻ്റെ മക്കൾ എന്നെ നോക്കി പഠിക്കുന്നു. അല്ലെങ്കിൽ അവരെൻ്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കും. നാളെ ഞാൻ അവരോട് ചെന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ചു, എൻ്റെ മകൻ പോയി പ്രണയിക്കുമ്പോൾ ഞാൻ അതിനെ എതിർക്കുന്നത് ഏറ്റവും വലിയ തെറ്റല്ലേ? അപ്പോൾ എൻ്റെ മകനെ ഞാൻ അതിൽ നിന്ന് വിലക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് തോന്നിയത് തന്നെയല്ലേ അവനിക്കും തോന്നിയിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. എന്നിട്ട് ആ പോകുന്ന വഴി ശരിയല്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. മോനെ, നിൻ്റെ പ്രണയ എതിരൊന്നുമല്ല ഞാൻ. നീ ഇഷ്ടപ്പെട്ട പെണ്ണിനെ നീ വിവാഹം കഴിച്ചോ, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ നീ തിരഞ്ഞെടുത്തിരിക്കുന്ന പെണ്ണിൻ്റെ കുടുംബവുമായിട്ട് നിനക്ക് സൗഹാർദ്ദത്തിൽ പോകാൻ കഴിയുമോ എന്ന് നീ പരിശോധിച്ച് നോക്കൂ. എന്നിട്ട് അവൻ്റെ വഴിക്ക് പോട്ടെ. അത് അവൻ തന്നെ തിരിച്ച് അനുഭവിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ രക്ഷിതാക്കളുടെ വില അവൻ മനസ്സിലാക്കും. മറിച്ച് അവിടെ അവന് ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അവൻ്റെ കുഴപ്പത്തിനായിരിക്കും നമ്മൾ തടയണത്. പക്ഷെ ആ വിവാഹം നടക്കാതെ പോയെന്ന് വെച്ചോ, പക്ഷെ അവൻ പിന്നീട് ജീവിക്കുന്ന ഓരോ ജീവിതത്തിൽ അവൻ്റെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ ചിന്തയും തൻ്റെ ജീവിതം നശിക്കാൻ കാരണമായത് തൻ്റെ വീട്ടുകാരുമാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് ജീവിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം എല്ലാവർക്കും ഈ ചങ്ങലയിട്ട് പൂട്ടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മതമൗലികവാദികളും അതുപോലെയുള്ള ആളുകളും ഇത്തരം സംവാദങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ചു കാലേ നമ്മളുടെ മുമ്പിലുള്ളൂ. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഏകദേശം ഒരു 5 വയസ്സ് വരെ എഴഞ്ഞ് നടക്കും. അവനിങ്ങനെ എഴഞ്ഞ് വന്ന് പിന്നെ അവനൊന്ന് എഴുന്നേറ്റ് നിവർന്ന് നിന്ന് അവൻ എന്തൊക്കെയോ ഒന്ന് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവൻ്റെ 5 കൊല്ലം പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള അവൻ്റെ ജീവിതം വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസവും കുടുംബജീവിതവും ഒക്കെ കൂടി കലർന്നുകൊണ്ട് അവനൊരു SSLC ഒക്കെ എഴുതുന്നത് വരെ അവൻ്റെ ഒരു ലൈഫ് വിദ്യാഭ്യാസവുമായിട്ടും സൗഹൃദങ്ങളിലൂടെയും അങ്ങനെയും പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ അടുത്ത ലൈഫ് എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. ആ ജോലിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്ത് അങ്ങനെയും കുറേ സമയം അവൻ്റെ പോവുകയാണ്. അതിനിടയിൽ അവൻ വിവാഹം കഴിക്കുമ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയം പോവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അവൻ എത്തുന്നതൊരു വാർദ്ധക്യത്തിലേക്കാണ്. അപ്പോൾ ഈ പോയ വഴികളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണോ കോട്ടമാണോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്നിട്ട് ഒടുവിലൊരു മരണവും. അപ്പോൾ വാർദ്ധക്യത്തിലെത്തി മരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വയസ്സ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സുഖമായിരുന്നു. എനിക്കൊരു 90 വയസ്സ് വരെ ഈശ്വരന് ആയുസ് തന്നിട്ടുണ്ടെന്ന് 100% ഉറപ്പാണെങ്കിൽ നമുക്കൊരു 50 വയസ്സ് വരെ തോന്നിവാസം കാണിക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് നന്നാക്കാനും ശ്രമിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. നമുക്കെപ്പോൾ വേണമെങ്കിലും ഇവിടെ മറിഞ്ഞു വീഴാം, ഇല്ലാതെയാകാം. ഓരോ ആൾക്കാർ ക്യാൻസർ വരുന്നു. ഇവരാഗ്രഹിക്കുന്നുണ്ടോ ക്യാൻസർ വരാൻ? അങ്ങനെ എന്തെല്ലാം അസുഖങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് മനുഷ്യർ തകർന്നു വീഴുമ്പോഴാണ് ഈ കൊറോണയും കൂടി വന്ന് മനുഷ്യരാശിയെ മുഴുവനും തകർത്തത്. ഇന്ന് എത്രയോ പേരാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത്, എത്രയോ പേരാണ് വേദനകൾ അനുഭവിക്കുന്നത്, എത്രയോ പേരാണ് വിഷമങ്ങൾ കൊണ്ട് പരസ്പരം പറയാൻ കഴിയാതെ, ആരോടും പറയാൻ കഴിയാതെ ഉള്ളിലൊതുക്കിക്കൊണ്ട് ഒരുപാട് കടങ്ങളും പ്രയാസങ്ങളും, ചിലർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ലാതെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ വല്ലാത്ത മാനസിക സംഘർഷത്തിലാണ് ഇന്ന് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ ആവശ്യമില്ലാത്ത വിദ്വേഷ പ്രസംഗങ്ങളും പരസ്പര പോരും ഒക്കെ. നമുക്കൊന്നും കൊണ്ടുപോകാനില്ല. നമ്മൾ വന്നപ്പോഴൊന്നും കൊണ്ടുവന്നില്ല, നമ്മൾ പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല. അതും എല്ലാവരും മനസ്സിലാക്കുക. സ്നേഹത്തോടെ, ഷാജി ജോസഫ്.